ഹെഡ്ഫോൺ ഓഫ് ആണ് എന്റെ. ഓക്കെ, അയൺമാൻ. अब मेरे पास जीने की कोई वजह എല്ലാം കൊണ്ടിട്ട് ഇടുന്നത് എന്തിനാണ്? ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നീയൊക്കെ ഇതൊക്കെ കൊണ്ട് എന്റെ അടുത്ത് ഇടരുത്. പണ്ട് വരുമ്പോ തന്നെ ഒരു വൃത്തിയുള്ള ട്രോൾസ് ഇടാതെ കൊണ്ട് ഒരു കെട്ട ട്രോൾസ് ഒന്നും കിട്ടുള്ളൂ. ദൈവമേ, ഓ വന്നോ ദൈവം. അറിയാം. ഞാൻ പറയുമ്പോ അടുത്ത കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമാണല്ലോ. ഏത് ഗ്യാങ് വർക്കിൽ പേപ്പർ വെച്ചുണ്ടാക്കിയത് എങ്ങനെ ഉണ്ടെണ്ണ നോക്കട്ടെ. ഓ വിഷയടാ. ഓ വിഷയം എടാ കിടിലോടാ. നൈസറാ വിഷയം അത് കൊള്ളാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ഷെയർ സൗണ്ട് കേൾക്കൂലല്ലോ. കേക്കും. ഓ ഇപ്പൊ അങ്ങനെ ആക്കിയല്ലേ പറയാൻ പോലെ. അപ്പൊ ഈ എക്കോ അടിക്കൂല എനിക്ക്. ഹല ഇപ്പൊ എക്കോ ഇല്ല. ഇന്ന് പ്ലേ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടണ്ട. നിങ്ങൾ 1K 1.5K 2K അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ പണ്ട് എന്റെ വീട്ടില് ജോൺസീനായിരുന്നു ഞാൻ. സത്യമായിട്ടും അവസാനം എന്റെ അമ്മ എന്റെ കയ്യിൽ വെട്ടോസി എടുത്ത് തന്നിട്ട് പറഞ്ഞ് അനിയനെ വെട്ടിക്കൊല്ലാൻ. ആ അവസ്ഥ. നീ ഇതൊക്കെ ഇരുന്ന് പറഞ്ഞോട്. നീ എന്തൊക്കെയാ നീ പറയുന്നേ? എന്താ ഈ പറയുന്നേ ഇവള്? അതിന്റെ പേരിൽ ഞാൻ വെട്ടിക്കൊല്ലാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അമ്മ എന്തേലും വെട്ടോസി എടുത്തത് ഒന്നും രണ്ടുപേരും ഇവിടെ വെട്ടിച്ചാവാൻ പറഞ്ഞു. ഇതിലും നല്ലതാണ്. ബുദ്ധിയില്ലാത്തതാണ്. എന്തൊക്കെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അതേപോലെ ചെയ്ത പ്രായമാണ്. വലിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റേ ചോറ് പാത്രം എടുത്ത് അവന്റെ തലയ്ക്ക് ഞാൻ അടിച്ചത്. അങ്ങനെയൊക്കെയാണ് ചെറിയ വിനോദങ്ങൾ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട് സത്യം. പണ്ട് മീനിന്റെ കറുപ്പെടുത്തെറിഞ്ഞ് എന്റെ പാത്രത്തിൽ ഇട്ടേര് ഞാൻ അടി ഉണ്ടാക്കിയതിന് എന്റെ ചേട്ടന്റെ മറ്റേ തവിക്കട വെച്ചിട്ട് ഒരൊറ്റ എറിയിച്ചിട്ടുണ്ട് വെച്ച്. എനിക്ക് അത് എല്ലാരും വീട്ടിലും ഉണ്ടാവുന്നതാണ്. എന്റെ ചേട്ടൻ ഒരു പഴയാണ് ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഇപ്പഴല്ല, പണ്ട് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ആള്. അതായിരുന്നു ആളുടെ ഒരു ഹോബി. മനസ്സിലായ? അങ്ങനെ കാരണം എന്റെ പല്ലിന്റെ ഇവിടെ പോയി, പല്ലിന്റെ ഈ ഇവിടത്തെ അറ്റം ഇടി കൊണ്ട് പല്ലിന്റെ അവിടെ ഇത്തിരി പൊടിഞ്ഞു പോയി. അറിയാമോ? അങ്ങേരോട് ഇടിപിടിയാണ്. അങ്ങേര് പല്ലിന്റെ അറ്റം, എന്റെ പല്ല് ഈ അടിഭാഗത്തെ അറ്റം ഇച്ചിരി പൊടിഞ്ഞു വിട്ടുണ്ട്. അത് കാണുമ്പോ അറിയാൻ പറ്റൂല. പക്ഷെ അതിന്റെ മോളിങ്ങനെ എനിക്ക് നാക്കുവശി തൊട്ടാ അറിയാം. മനസ്സിലായി? എന്റെ ഒരു അവിടെ ഒരു പിന്നെ പല്ല് പോയതല്ലേ പ്രായത്തില്. ഗൂഫി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗിഫ്റ്റ് ബ്രോ. അങ്ങേരോടെ ഇടിപിടിയതാണ്. കളിച്ച് അങ്ങേര് മുട്ട് പൊക്കിയത് നേരെ ഒന്നും ഒറ്റ ഇടിയൂടെ. എന്റെ പല്ല് കൊണ്ടുകൂടി ചേർന്ന് കൂട്ടി ഇടിച്ചിട്ട് ഇവിടത്തെ പല്ല് ഇത്തിരി പൊടിഞ്ഞു മറ്റേ അറ്റം ഭയങ്കര. പിന്നെ കുറച്ചുനാൾ ഭയങ്കര ഇങ്ങനെ പുളിച്ചില്ലായിരുന്നു. ഇപ്പൊ അങ്ങ് മാറി. പിന്നെ അതിനുശേഷം അപ്പുറത്തെ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ഒരു പട്ടി, കെട്ടിയിട്ടിരിക്കുന്ന പട്ടി, അതൊന്നും ചെയ്തില്ല നമ്മള്. അത് അവിടെ ഇരുന്ന് കുരച്ച്. അത് എനിക്കും ഇങ്ങേർക്കും അങ്ങ് പിടിച്ചില്ല. കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയാണ് അപ്പുറത്തെ വീട്ടിലെ, വെറുതെ കെട്ടിയിട്ടിരിക്കുന്ന പട്ടി. വിവരമില്ലാത്ത കാര്യത്ത് അതിന് അവിടെ ഇടുന്ന ഓടും കഷ്ണം എടുത്ത് ഉടച്ച് വീട്ടിനകത്ത് മറ്റേ ബാക്കി വന്നിരിക്കുന്ന ഓടും കഷ്ണം ഇല്ലേ, അതിനെ കഷ്ടപ്പെട്ട് തറയിട്ട് ഉടച്ച് അതിനെ പീസാക്കി അത് വെച്ച് അതിനെ എറിയാൻ പോയി. എറിഞ്ഞ് അവസാനം എറി കൊള്ളുന്നതുമില്ല. അവസാനം എറിയാൻ പോയ എറി എന്റെ കൈ കയറി ഓടിന്റെ അറ്റം കയറി ഒറ്റ കൊള്ളക്കം. ഇവിടെ എത്ര മുറിഞ്ഞൊരു ഒറ്റപ്പാട് അത് കിട്ടി. ഇങ്ങനെ കൊള്ളാം. ചേട്ടന്മാരൊക്കെ എന്തിനാണല്ലേ നമുക്ക്? എന്തിനാണ് ഇങ്ങനത്തെ ചേട്ടന്മാര്? ഒരു ഗുണവും ഇല്ല. ചേട്ടനാണത്ര ചേട്ടൻ. എന്തിനിങ്ങനെ ഒരു ചേട്ടൻ? ബാക്കി കാണാം. പിടിച്ചോളും ഓരെ കണ്ടാലും. കഴിഞ്ഞ ഒരു വർഷം ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കൊണ്ടാണെന്ന് ഒരു ഗാമക്കണ്ണനെ എന്നോട് പോയിക്കണേ. ആ തെറ്റൊക്കെ ഞാൻ തിരുത്തിക്കോളാവേ. നീ വന്നേ കണ്ടിട്ട് കിടന്നു വരുന്നത്.
ഗാമ ഗണ്ണനും ഗാമ ഗണ്ണിയും. ഗാമക്കണ്ണനും അയ്യോ പാവക്കണ്ണിയും ഭാവക്കണ്ണി. പാവക്കണ്ണി അതന്നെ. 100 ഭാവങ്ങൾ കണ്ണിൽ കൊണ്ട്. കൊള്ളത്തില്ലെന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം കൊള്ളതാണോ ഉദ്ദേശിച്ചത്? സത്യം കാമക്കണ്ണൻ നല്ല പേരാണ്, നല്ല പേര്. പിടിക്കുന്നവർക്ക് ഒരു മര്യാദയില്ല. അവള് മാറി മാറി കോട് കയറി കയറി പിടിക്കുന്നിരുന്ന് എന്തിയായത്? എന്നോട് പുച്ഛം തോന്നുന്നു. എന്നിട്ട് എന്തൊരു വെട്ടി കയറ്റുന്നു? ബാബുഷേട് യൂസ് ചെയ്യുന്ന ഡ്രൈവർ ഏതാ? എടാ ഞാൻ ഡ്രൈവർ ഇല്ലടാ, ഞാൻ വണ്ടി ഓടിക്കാറ്. പള്ളിയിലച്ഛൻ്റെ അടുത്ത് ഒരു കുമ്പസാരിക്കണം എനിക്ക്. ഞാനൊരു ഡ്രൈവർ കാമക്കണ്ണനാണ്. ഇല്ല, ഡ്രൈവർ ഇല്ല. ഒരാളുകൾ എന്റെ പുറകെ നടന്നു, എന്തോ ഒരാളുകൾ പന്നിത്തോട്ടത്തിന്റെ കഥ ഇപ്പോൾ പറയും. ചെന്ന് പെട്ടെന്ന് ഒരു കാമക്കണ്ണന്റെ ഫ്രണ്ട്. എനിക്ക് കേൾക്കാൻ വേണം, എനിക്ക് കേൾക്കാൻ വേണം. ഞാൻ ക്ലോസ് ചെയ്താണത്. വാ തുറന്ന പന്നിത്തോട്ടത്തിന്റെ കണക്കും കഥയും അല്ലാതെ വേറെ ഒന്നും. സത്യം അവളും ഉണ്ട്, അവളൊരു പന്നിത്തോട്ടം ഉണ്ട്. അത് പറയുമ്പോ ഒരു വൃത്തിയുള്ള തോട്ടത്തിനെ കുറിച്ച് പറ. പന്നിത്തോട്ടം വേറെ ആരെങ്കിലും പ്രേമിക്കും ഇവളെയൊക്കെ? ഏതോ പന്നിയെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ പ്രേമിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഉറപ്പ്. സത്യം നല്ലൊരു പയ്യനല്ലേ? അയ്യേ എന്തൊക്കെ ഈ വീഡിയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തോണ്ണ ഓ VFX പക്ഷേ കൊള്ളാല്ലേ? ഇതൊക്കെയാണല്ലോ ഇഷ്ടം. അയ്യേ എന്തൊരു കണ്ടില്ല എടാ ഇത് നോക്ക്. റിയലാണെന്ന്. ജോണി സിൻസാ. ഇതൊക്കെ ഇത് കാണാനാ പോടാറങ്ങി റീലാണല്ലേ എല്ലാം കണ്ടാ പോയി. ഇവിടെ ഇവന്മാർ ഇതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, റീലെന്നൊക്കെ പറയുന്നത് ചാറ്റില്. ഓ ആട് പരസ്യമായിരുന്നാ? ഞാൻ പേടിച്ചു. ബട്ടൺസ് ഇടണം എന്തിനാ? ആ കഴിച്ച സാധനത്തിന് എന്തോ പവർ ഉണ്ട്, അതാണ് സംഭവം മെയിൻ. രൺവീർ സിംഗ് ആണാ കൂടെ? രൺവീർ സിംഗ് ആയിരുന്നാ കൂടെ? അയ്യോ ഇവിടെ ഇത് രൺവീർ സിംഗ് ആയിരുന്നാ? ശ്രദ്ധിച്ചിട്ടല്ലേ? അത് ശ്രദ്ധിച്ചത്. ഇവരൊക്കെ വിഷയാട് ഇത് കൊള്ളാം കേട്ടാ. എനിക്ക് ഇങ്ങനത്തെ ആഡ് ചെയ്യണം. അങ്ങനെയല്ല എന്റെ ആഡ് വേറെയാണ്, ഇങ്ങനെയല്ല സംഭവം. കണ്ടന്റ് വേറെയാണ്. എനിക്കൊരു ആഡ് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ധോനിയൊക്കെ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കുന്ന പോലത്തെ ഒരു സീനാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് ബാറ്റിന്റെ പരസ്യം, ഞാൻ ബാറ്റിന് ഇങ്ങനെ ബാറ്റ് പൊക്കി പിടിച്ചിട്ട് ബാറ്റ് വെച്ച് കളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം, മനസ്സിലായില്ലേ? അത്രേ ഉള്ളു. ബോൾ വരുന്നു, അടിക്കുന്നു, ബാറ്റ് കൊണ്ട്, അത്രേ ഉള്ളു. സരക്ക് അതെ. ഓ ഇത് സീനാണ്ട്രാ, ഇത് കണ്ടാണ്. ഇതേപോലെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ടാക്കിയുണ്ട് അല്ലേ? അതാണ് പിന്നെ കൂട്ടുകാരൊക്കെ നമുക്കുണ്ട്, നമ്മള് പറയൂല. പക്ഷെ ഏത് സിറ്റിയിലാണെങ്കിലും കയറാം. എനിക്ക് സിറ്റിയിലൂടാ, നമ്മള് പോണ സിറ്റി അതല്ലേ കിടിലും, അങ്ങനല്ലേ നമ്മളെ രീതി. ഇവിടെ മറ്റേടത്ത് കേറാൻ പറ്റില്ല, ഡൗൺ ആണ് തോന്നുന്നെങ്കിൽ മറ്റേടത്തോട്ട് ഇന്ന് പോകേണ്ടി വരും കേട്ടോ. മറ്റേടത്തോട്ട് പോകാൻ പറ്റിട്ട് മറ്റേടത്തോട്ട് പോകേണ്ടി വരും. പറഞ്ഞ ഏതോ ടിക്കർപ്പിലോട്ട് തിരിച്ചു പോകണമെന്നാ? അല്ലല്ല, എറ്റേണിറ്റി നമുക്കൊന്ന് കേറി കറങ്ങണം. എറ്റേണിറ്റി കയറാം, അതിനെന്താ എറ്റേണിറ്റി കയറാം, കയറാം. പക്ഷെ എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാറുണ്ട്. ഇന്നലെ സിറ്റിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എന്നെ കുറെ പേര് കളയാക്കിയിട്ടുണ്ട്. എനിക്ക് അതെല്ലാം ഒന്ന് തീർത്തിട്ട് എന്റെ പേരിന് എനിക്കിത് മാറ്റം വരുത്തണം. സാദിഖ് ബ്രോ, താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. സാദിഖ് ബ്രോ ആരാണ്? ലീറ ആരാണ്? സാദിഖ് ബ്രോ സത്യം പറ സാദിഖ് ബ്രോ. നമ്മളിതൊക്കെ കാണുന്നുണ്ട്.
വാവച്ചി കോൾ ഫ്രം തേർഡ് ഞാൻ വേണ്ടി കൂടെ ഈ കൊച്ചു പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. ഇതെന്തിനാണ് ഇത് കണ്ടാ വല്ല മനസ്സിലാവും? ഈ കൊച്ചു പറഞ്ഞ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവില്ല. എന്നാലും കാണാം. from face and he hit his main part, sir. നമ്മളൊന്ന് സർജറി ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം. ഡോക്ടർ ബാബാജി ശുണ്ണി കട്ട് ചെയ്തോ അമ്മ? അല്ലല്ല, നമുക്ക് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അമ്മേടെ അടുത്ത ഡയലോഗ് ഒന്ന് ചോദിച്ചോക്ക്. നമുക്ക് ഡോക്ടർ ജാംജിങ്ങിനെ വിളിച്ചു നോക്കിയെങ്കിലോ? ആ ജാംജിങ്ങിനെ വെച്ച് നോക്കിയേ ഒരു ശുണ്ണി എവിടെ നിന്ന് കിട്ടുമെന്ന്. He will all grow it again, like അതെ. like the broken lizard tail. അത് മുളച്ചു വന്നോളൂന്ന് പറഞ്ഞേ. കട്ട് Grow again. കുറച്ച് യൂറിയ, കുറച്ച് പൊട്ടാസ്യം, അപ്പൊ അത് വളർന്നോളും പെട്ടെന്ന്. കളിയാക്കരുത്. യൂറിയയും പൊട്ടാസ്യം വളർത്തിയെടുക്കാന്ന്. അനന്തര ചാറ്റ് ഫുള്ള് ബ്ലൂ 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 എന്ന് പറയുന്നത് ബ്ലൂ ബ്ലേഡ് ബ്ലൂ മറ്റേ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ഞാൻ പറഞ്ഞില്ലേ, ക്രിക്കറ്റിന്റെ അതിലേക്ക് നിൽക്കണം പറഞ്ഞപ്പോ ബ്ലേഡ് ബ്ലൂ 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 വീഡിയോ കണ്ടിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ. ബ്ലീഡ് ബ്ലൂ അതായിരുന്നു. ബ്ലേഡ് ബ്ലൂ എടാ ബ്ലേഡ് ബ്ലൂ ബ്ലേഡ് ബ്ലൂ ബ്ലേഡ് ബ്ലൂ എന്ന് പറഞ്ഞില്ലേ? ബ്ലേഡ് ബ്ലൂ അത്രേ ഉള്ളൂ. ബ്ലീ ബ്ലൂ എന്ന് പറഞ്ഞാ ബ്ലേഡ് ബ്ലൂ. നീ ക്രിക്കറ്റ് ഓ ബ്ലീഡ് ബ്ലൂ. നമ്മൾ ബ്ലൂ ആണ് ബ്ലീഡ് അതെ 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 ബ്ലീഡ് ബ്ലൂ. എടാ ഇന്ത്യക്കാര് മൊത്തം അങ്ങനെയാണ്. ഇന്ത്യക്കാര് മൊത്തം മനസ്സിലായില്ലേ? ഇന്ത്യയുടെ ക്രിക്കറ്റിന്റെ ടീമിന്റെ ജേഴ്സി എന്തിനാണ്? ബ്ലൂ ആണ്. മനസ്സിലായില്ലേ? ബ്ലൂ ആണ്. അപ്പൊ ഇന്ത്യ ടീമിന്റെ ജേഴ്സി ബ്ലൂ ആവുമ്പോ പിന്നെ ബ്ലീഡ് ബ്ലൂ എന്നല്ലേ പറയാൻ പറ്റൂ. അതാണ്, ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു ഫാനാണ്. നിനക്ക് അറിയില്ലേ? അത് അത്രേ ഉള്ളൂ, സിമ്പിൾ. ഒരുപാട് സംശയങ്ങൾ ചോദിക്കട്ടെ ബാബു. കട്ടില് വെടിവെക്കുന്ന അലാം ബോട്ടൊക്കെ കട്ടിലിൽ കൊണ്ടുവച്ചിന് മന്ദവത്തി എന്റെ അലാം ബോട്ടിലല്ല ടറട്ടിനെ കൊണ്ട് കട്ടിലി വെച്ചിരിക്കുന്നത്. ഞാനൊരു കിൽജയ് ഫാനാണ്. കേറണ്ട അണ്ണാ, റൂം മൊത്തം സ്പോൺ ഗ്രനേഡാ, ഇരുത്തി കറക്കും. എന്നാ ഭാര്യ കോമ്പോ മാത്രല്ല കുശു കോമ്പോയും വളരാൻ സമ്മതിച്ചു കൂടാ. സത്യമാണ്. എനിക്കതേ പറയാവുള്ളൂ അണ്ണാ. എനിക്ക് സത്യത്തിൽ എല്ലാം നിർത്തണം. പക്ക കൊന ഇടിച്ചു പക്ക. In front of Sarak also I will avoid you, okay? Sarak doesn't like I'm talking with you. That I know, that I know. Yeah. And Amma actually wants to have a talk to you as well. ഇവനെ പോലെ ഒരു കാമക്കണ്ണനെ ഞാൻ കണ്ടിട്ടില്ല. പെണ്ണിനെ കണ്ടിട്ടുണ്ടോ അവൻ? ഇംഗ്ലീഷ് പറയാൻ പോലും അറിഞ്ഞൂടാ, എന്നിട്ടും ഇംഗ്ലീഷ് ആര് പ്രേമിക്കാൻ നടക്കുന്നു. ഇതൊക്കെ കണ്ണേ ശരിയല്ലേ? ഇതെന്തൊരു അല്ല ഞാൻ അത് അറിഞ്ഞില്ല. നോക്കി പറക്ക് വേണം. ചുമ്മാ അടി ഉണ്ടായ കാര്യം സത്യം. എന്നെ ഒന്ന് ലൂട്ടിന്റെ പേരിൽ അടി തുടങ്ങിയോടെ. ഇത്ര നാൾ അതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു. 2.5K വാച്ചിങ്. പിന്നെ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. വെൽക്കം. എങ്ങനെ കഴിക്കണേ? എല്ലാരും വരും. കടന്നു ലിഫ്റ്റ്. ഹലോ ബ്രോ. അമൃത ഗ്യാസാ? എന്തൊരു പേരത്? അതാരാണ് അമൃത ഗ്യാസ്? സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല. നീ എന്തൊരു ഇങ്ങനെ പേരിട്ടിരിക്കുന്ന? ഗ്യാസിന്റെ ഒക്കെ ഉണ്ടാ അമൃത ഗ്യാസ്? ലിഫ്റ്റ് വേണോ അല്ലേ? വണ്ടി കയറിക്കോ, കുഴപ്പമില്ല. എന്ത് പറ്റി? ഇവിടെ മുടി എന്ത് ഇങ്ങനെ കിടക്കുന്ന ബൊമ്മ പോലെയല്ലേ? മറ്റേ വേദം മറ്റേ മാടമ്പള്ളിയിലെ പരപരാതിയെ പോലെ ഇരിക്കുന്നു. 5 ലക്ഷം തന്നാ മതി. 5 ലക്ഷം കരയല്ലേ? ഫ്രീ ആയിട്ട് നമ്മള് കുറച്ച് നന്മ വരം ആൾക്കാരാണ്. നമ്മള് ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യാം. എങ്ങോട്ടാ പോണ്ടേ?
നിങ്ങളെങ്ങോട്ടാ പോണോ? ഞങ്ങള് അവിടെ എന്തോന്നിന് കാറിലെന്തിനാ കൊട രാത്രി? കേൾവിശക്തി തിരിച്ചു കിട്ടിയേ. എന്താ അവൻ പറഞ്ഞത്? ഇവരെന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്റെ 100% അല്ലായിരുന്നോ ഓളിയോ? എന്തായിരുന്നു എന്റെ? ഹലോ ഡോക്ടർ ജാം സിംഗ് ഉണ്ടോ? ഹലോ ഡോക്ടർ, നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ മറ്റേ അമ്മയുടെ അടുത്ത് സംസാരിക്കണ കാര്യം? അമ്മ വന്നിട്ടുണ്ട്, പുള്ളിക്കാരി വന്നിട്ടുണ്ട് ഡോക്ടർ. ഒന്ന് ക്യാബിനിലോട്ടൊന്ന്. വൺ സെക്കൻഡ്, ഞാനേ സർജറി ചെയ്തിട്ട് തയ്ക്കാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. അറ്റൻഡർ ഷിബിൻ ടാഗ് ഇട്ടേക്ക്. ആള് ചത്ത് കേട്ടാ. സർജറി കഴിഞ്ഞിട്ട് ഒരാളെ തീർത്തിട്ട് വരെ ഇടാൻ വഴി. എല്ലാവരോടെ അടുത്ത് സാരം ഇട്ടുണ്ടാന്ന്. വിളി പൊളി. ആള് ജിമ്മിലൊക്കെ പോണ എന്തിനാണ്? മുതലേനൊക്കെ പൊക്കാനാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? അടിപൊളി. കറക്റ്റ്. സൂപ്പർ താരം, സൂപ്പർ താരം. ഒന്നും പറയണ്ട. പറ. അവിടെ കണ്ടിട്ടുള്ള കാട ചവിട്ടി കഴിഞ്ഞപ്പോ റോബർ റൈറ്റ്സ് ആയ. അന്നെങ്കിൽ ഞാനിത് പോയി പശുവിന്റെ ചുട്ടുള്ള ഞാൻ ബ്രോക്കറൊക്കെ ആയിട്ട് വരുന്ന എന്തിരിത് ഇങ്ങനെയൊക്കെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തോന്നിയ ദിവസം ചെയ്യാപ്പോ. ആ ഗുലാ കാണണ്ട, ഞാൻ കണ്ടിട്ടുണ്ട്. നീ അങ്ങനെ നിൽക്കട്ടെ. എടാ ഏതോ ഒരു കെട്ട ഒരുത്തടാ എന്നെന്ന് ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്നടാ. ഇത് നോക്കിയത് ഇത് ഞാനാണെന്നോ? പറയാൻ കണ്ടപ്പോ ഇത്ര ചിരിയാണെങ്കിൽ ബാക്കി കണ്ട എന്തിനാ പറയും? കറക്റ്റാണോ? നീ ആണല്ലോ ഇവിടെ മാർക്ക് ഇടുന്നത്. നിന്റെ മാർക്ക് എനിക്ക് വേണ്ട. പൊടാ ഇറങ്ങി വന്നേക്കുന്നു. വാവേനെ മോടി ചതിച്ചു. എടാ ഇതൊക്കെ വെട്ടിക്കൊണ്ടിട്ടാടാ. ദൈവമേ പുഴുത്തോടാ ഇതിനൊക്കെ. ഇവിടെ ഒരുത്തൊരു തമാശയ്ക്ക് വേണ്ടി പറയുന്നതിനൊക്കെ ഓരോരുത്തരുടെ മനം വിഷമിപ്പിക്കുന്ന രീതിയിലാക്കി കട്ട് ചെയ്തിട്ട് എന്തിനാ ഇങ്ങനെ? എനിക്കിത് കണ്ടിട്ട് ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നുന്നു. നിന്നെ കണ്ടാ എനിക്ക് കുറ്റബോധം തോന്നൂല. നീ എന്റെ ഫ്രണ്ടിൽ നിന്ന് പോ പാളയത്തൂറി. നീ എന്റെ ഫ്രണ്ടിൽ നിന്ന് പോ. നീ കുടിച്ചാ ഓ അപ്പൊ പിന്നെ ഇവിടുത്തെ സെപ്റ്റിന്റെ ഒക്കെ പോയി. ഇനി അവിടെ അതൊന്നും ക്ലീൻ ചെയ്യണം. ഈ ക്ലീനിങ് ഒരു മോഡിട്ട് മോഡ് അറിഞ്ഞില്ല അതിന്റെ അകത്ത് തുടങ്ങാനുണ്ടോ. പക്ഷെ അത് മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്കും മനസ്സിലാത്ത രീതിയിലായിരുന്നു. ഞാൻ വിചാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ടീം അപ്ഗ്രേഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനത്തെ സംഭവമായിരുന്നു.
ക്രൂരനാണണ്ണാ. അണ്ണനൊരു ക്രൂരനായി മാറി. എന്താ എണീറ്റാ കണ്ണ് നിറഞ്ഞ് ആര് ബിജിഎം കൂടെ കേട്ടപ്പോ സത്യം കരയണ കരഞ്ഞല്ലേ കരഞ്ഞേട്ടാ. You cruel. We hate you. ക്രൂവൽ ഡാനിന്നൊക്കെ. വിട്ടോളാം. ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഇപ്പോ ഒരു BMW വാങ്ങിക്കണമെങ്കിൽ അതിന് എത്ര സമയം എടുക്കുമായിരിക്കും? എല്ലാവരും ആശ്ചര്യത്തോടെ രത്തൻ ടാറ്റയുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഏകദേശം ഒരു 5 വർഷം എടുക്കേണ്ടി വരും. എല്ലാവരും ഞെട്ടുവാണ്. ഇത്രയും പൈസയുള്ള ഒരു വ്യക്തിക്ക് 5 വർഷമോ ഒരു BMW എടുക്കാൻ? ഇന്റർവ്യൂവർ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുക, 5 വർഷമോ BMW വാങ്ങിക്കാൻ? അപ്പോൾ രത്തൻ ടാറ്റയുടെ ഒരു മറുപടി ഉണ്ട്. രത്തൻ ടാറ്റ തിരിച്ചു പറയുന്നത്, BMW ഒരു വലിയ കമ്പനിയല്ലേ, സോ 5 വർഷമെങ്കിലും എടുക്കും. അതേ സുഹൃത്തെ, രത്തൻ ടാറ്റ പറയുന്നത് BMW കാറിനെ കുറിച്ചല്ല, ആ BMW കമ്പനി വാങ്ങിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രം കൊണ്ടായില്ല, നമ്മുടെ ചിന്താഗതി ഉയരത്തിലാണെങ്കിൽ മാത്രമേ നമുക്ക് വലിയ നിലയിൽ എത്താൻ സാധിക്കൂ. സോ ഒന്നേ പറയാനുള്ളൂ, തിങ്ക് ബിഗ്, ഡു. പെട്രോൾ അടിക്കാൻ പൈസ BMW. അടുത്ത വീഡിയോ ആണതാ. ഇതൊക്കെ കണ്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോകണ്ട കേട്ടാ. ഇതൊക്കെ പറ്റുന്ന ചിന്തിച്ചാ മതി. ആളെന്നൊക്കെ ഇതൊക്കെ വീട്ടിലൊക്കെ മറ്റേ അച്ഛൻ വന്നിട്ട് ഓട്ടോറിക്ഷ കയറാന്ന് പറയുമ്പോഴത്തേക്ക് കയറാൻ പറ്റില്ലെന്നൊക്കെ പറയണം അല്ലേ. ഓട്ടോ കയറാൻ പോരെന്ന് പറയുമ്പോൾ ഇല്ല പോരെ അച്ഛൻ കയറാൻ പറ്റത്തില്ല. ടൂണൊക്കെ എടുത്തിടും, ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇടും. ഞാൻ നടന്നു വന്നോളാം ഇവിടെ അവിടം വരെ. ആലോചിക്കാണ്. സ്വന്തമായിട്ട് വായിച്ചിട്ടേ വരുള്ളൂ. ഈ ഫ്രെയിം സുനിമോന്റെ ഒക്കെ എഡിറ്റൊക്കെ അതൊക്കെ പോയടേ. അതൊക്കെ ഒരു കാലമായിരുന്നു. സുനിമോനൊക്കെ അല്ലേ, ആ സുനിമോനെ ഇപ്പൊ ഇവരെ എന്തിനു കൊള്ളാം. ഇവരെ ഇപ്പം കുറെ മറ്റേ മാമാപ്പണ്ണി കൈരളി പാട്ടും പാടി കിടക്കാൻ ഇവരെ വല്ലത്തിനും കൊള്ളാമോ? ഇവരെ കൊണ്ട് ഒരു വീഡിയോയും ചെയ്യത്തില്ല, സ്വന്തമായിട്ട് കൊള്ള കഴിവ് നശിപ്പിച്ച് നടക്കും ഇങ്ങനെ കുറച്ച് പട്ടികൾ. ഹലോ എടാ ഡ്രൈവർ, ഞാൻ സായിപ്പാടാ. എടാ എൻ്റെ മൊബൈലേ നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് വെച്ച് മറന്നു വേടാ. ഞാനിപ്പോൾ നല്ല ഇവിടെ കുറച്ചൊരു 40 കിലോമീറ്റർ അപ്പുറത്തോട്ട് വന്നു. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വണ്ടിയിൽ വന്നപ്പോഴാണ് മറന്നുപോയത്. നീ ഒന്ന് വിളിച്ചു നോക്കാവന്ന്. നിന്റെ മൊബൈൽ കാണാൻ പോയില്ലായിരുന്നു, അതുപോലെ തന്നെ എൻ്റെയും പോയത്. എടാ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചാണ് ഞാൻ കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അവിടെ വെച്ചാൽ മറന്നു. ഇതൊന്ന് വിളിച്ചു നോക്കാം. നീ ഒന്ന് ചോദിക്കാവന്ന്. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇന്ന് വിളിക്കാവന്ന്. പേരെന്തോ മറ്റേ ഇതില്ല, ആര്യാസ് ഇല്ലേ, അവിടെയാണ്. ആ കാക്കനാട്. ഇവിടെ അതിനെ വിളിച്ചിട്ടല്ലേ ഒരിതായിട്ടുള്ള പോയതാണ്. നീ ആ എടാ ഒന്ന് വിളിച്ച നീ പെട്ടെന്ന്. എടാ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി. എടാ എന്റെ നമ്പറിൽ റിംഗ് ഉണ്ട്. ഞാനൊരു നമ്പറിൽ നിന്ന് കുറെ ആദ്യം വിളിച്ചപ്പോൾ എടുത്തായിരുന്നു. ഇന്ന കണക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കട്ടാക്കി. നീ ഇപ്പൊ ഒന്ന് വേറെ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കി. അത് അവരിടണ്ടടാ, അവരിട്ടിട്ടില്ലല്ലോ. എന്തൊരു സൗണ്ട് ഇത്. ഈ ചേരി വന്ന് കാസിൻസ് ചെയ്ത് കളിച്ചാല് ആ കളി ഒന്ന് കാണണമല്ലോ. ഈ വീഡിയോ ഇതുമായിട്ട് എന്താണ് ബന്ധം? ഡയലോഗുമായിട്ട് ഫുൾ ടിവിയുടെ വെച്ചിട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി. നാസ്റ്റി ഗോൾ. Show me I'ma leave with you. If I walk up in a party, motherfuckers better move. If a motherfucker try me, I'ma put him on the news. Don't want no fucking bitch. I came in the club, I hate
ഇതേത് ഡ്രസ് KTM ആണോ? ഇത് KTM ആണോ ഈ ഡ്രസ്? വേറെ സർവറാണോ? ഓ MCRP ആണ്. വാഗോസ് മാറിയെന്ന് കേട്ടോ. MCRP ആണ്. തിരക്കണ്ണ 1 പീസ് ഫുള്ള് തീർന്നു. എടാ 1 പീസ് അല്ലേ, അപ്പൊ പിന്നെ ഫുള്ള് തീർന്നു. ഒരു പീസല്ലേ ഉള്ളൂ. Ela sobe na moto da mãe Pinatinha, jogando cabelo, ela toda lindinha de short, eu porto os amigos, tá vendo? Que ela tá de marquinha, eita novinha delícia, ela tá de marquinha. പഴയ ജോനാഥന്റെ പഴയ വീഡിയോ. Tá começando o മൊബൈലിലെ DBS OP ആണെന്ന് അതേ ഉള്ളു. OP അവിടെ ചുമ്മാ അടി തന്നെ, വാരിപ്പറക്കി അടിയാണ് സത്യം പറഞ്ഞ തന്നെ. പക്ഷെ ഇപ്പൊ ആളുടെ കുറെ ഇതായിപ്പോ അല്ലേ, പഴയ പോലത്തെ ആ ഇത് ഇത് ഭയങ്കര ഡൗൺ ആയി. ജോനാ തന്നെ ഇപ്പം എന്തോ ടീം സിങ്ക് ആവാത്താണോ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. അങ്ങ് ആ ഒരു സ്കില്ലൊക്കെ ഉണ്ട്. സ്കില്ലൊന്നും ഷോക്കൊന്നും പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള ടീം ഇമ്പ്രൂവ് ചെയ്തായിരിക്കുമല്ലേ ബേബി, അതാണെന്ന് തോന്നുന്നു. എല്ലാ പുതിയ ന്യൂ മെറ്റാണെന്ന് അതെനിക്കറിയാം. DBSഉം ഇതും DBS പ്ലസ് M4 അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാരണം അതെനിക്കറിയാം. കഴിഞ്ഞ ടൂർണിയിലുണ്ടായിരുന്നല്ലോ അത് വരച്ചെടുത്തതാണ്. ഒരു രക്ഷയില്ല. ഹെയറിലോട്ടൊക്കെ വരുന്ന ലൈറ്റിംഗ് കണ്ടാ സാധനം. അമ്മയുടെ വലിയ ആഗ്രഹമല്ലായിരുന്നു മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നത് കാണാൻ. വൈറ്റ് കോളർ ഇട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇന്ന് ഏതോ കാര്യം അറിയോ? എന്റെ ബ്രഷ് എടുത്ത് പല്ല് തേച്ചു. പ്രായമുള്ള ആളല്ലയോ, നീ അങ്ങ് ക്ഷമിക്ക്. ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും. അപ്പൊ എന്റെ കൂട്ടുകാരുടെ അമ്മമ്മക്ക് വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചോ, ഇപ്പൊ ഏത് ഡ്രസ്സാ ഇട്ടേക്കുന്നേ? ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും. അമ്മ അപ്പൂപ്പൻ ഉണ്ടാക്കി വെച്ച ആട്ടുസൂപ്പ് ഞാൻ എടുത്ത് കുടിച്ചു. ഞാൻ അച്ഛനോട് എന്താ പറയും? ക്ഷമിക്കാൻ പറഞ്ഞാൽ മതി. ക്ഷമ ആട്ടുസൂപ്പ്. അപ്പൂമാരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണാം. ആ സുധീഷിന്റെ ഒക്കെ അപ്പൂപ്പനൊക്കെ ഈ കാണുന്ന കാടും പറമ്പും ഒക്കെ വളച്ചു കെട്ടി. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ അമ്മൂമ്മയെ വളച്ചു കെട്ടി വീട്ടിൽ ഭയങ്കര ഞെളിവാ. നിനക്ക് അച്ഛനെ കണ്ണെടുത്താ കണ്ടുവിടാമെങ്കിൽ അച്ഛന് നിന്നെ വലിയ ഇഷ്ടം. എന്നോട് പറഞ്ഞു നിന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാൻ അച്ഛൻ. എന്റെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഇട്ടായി മൊബൈൽ കളിയല്ല നടന്നല്ലേ കട്ടായി പോകും. അല്ല സ്നേഹം കൊണ്ടൊന്നും അല്ല. എന്നിട്ട് ഈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് കാണിക്കുന്ന പരിപാടി അറിയോ? ആ തങ്കമണി ചേച്ചി ഇല്ലേ, അവരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് ശബ്ദമില്ലാതെ മുറുക്കാൻ ചവച്ചു കൊടുക്കും, അവരൊന്നും പറഞ്ഞില്ല. അവരുടെ ഭർത്താവ് പറഞ്ഞു ശബ്ദമില്ലാതെ ചൗക്കലടിച്ച് കൂട്ടിക്കും. ഞാൻ പോയി ഷീറ്റ് അടിക്കട്ടെ. നീ വീട്ടിൽ വാടക തരല്ലേ താമസിക്കുന്നത്? എന്നിട്ട് നിനക്ക് മീൻകാരൻ വലിയൊരു മീൻ ഇട്ട് തന്നപ്പം നീ ഒറ്റയ്ക്ക് കൊണ്ട് തിന്നു പഠിച്ചു. ഇവിടെ ആകെ 1 കിലോ മത്തിയല്ലേ മേടിക്കുന്ന നിനക്കറിയാലോ. അപ്പൊ എന്ത് ചെയ്യണം? ഇനി വലിയ മീൻ കൊണ്ട് വലിയ പ്രശ്നമാണ്. കൂട്ടങ്ങളെ കുഴപ്പമുള്ളൂ. എന്തൊരു പാട്ട് ഇതൊക്കെ. ഇതൊക്കെ എന്റെ വീഡിയോ മനസ്സിലാവുന്നുണ്ടല്ല. പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആള്. അജ്മലായിരുന്ന 4 പേര് പൊത്തും, അതുവേ ബാബു ആയിരുന്ന നമ്മ ഇതേ കണ്ടത്. A few moments later. ചെയ്തില്ല. ഒരു 50 രൂപ എടുത്തിട്ട് ബാക്കി 150 രൂപ എടുക്ക്. ബാക്കി 150 അമ്മോ എന്തൊക്കെയാണ്.
എന്തൊരവസ്ഥയല്ലേ സത്യം. ഇതൊക്കെയാണ് നാടിന്റെ നമ്പർ TVS സൂപ്പറ. TVS ആട്ടാ സൂപ്പറ. ഇതില് ഒരുപാട് നാളില്ല. അത് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. എത്രയൊക്കെയല്ലേ ഇതൊക്കെ. എന്റെ അളിയാ, എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടിട്ട്. എന്ന് തീർത്ത് ചാവാറാണ്. ഒത്തിരി പേർ മാൻ ലെജൻഡ് എപ്പിക് റിയാക്ഷൻ. വണ്ടി ഇടിച്ച് എല്ലാരെയും കൊല്ലുന്നു. വണ്ടി ഇടിച്ചിട്ട് പഴയതാണ്. ഞാനൊരു കാര്യം ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കുട്ടിക്ക് എന്തെങ്കിലും തോന്നുമോ? ഈ ബാബു അല്ലേ, ബാബു അവൻ ഒരു കള്ളനാവൻ. കള്ളൻ കള്ളൻ വെറും കള്ളനാണവൻ. കള്ളൻ കള്ളൻ. അവനെ കള്ളൻ തന്നെ വിളിക്കണം. അവൻ കള്ളനാവൻ. അവൻ പറഞ്ഞ എല്ലാ കള്ളത്തിനുമാണ് അവൻ. ഞാൻ ചാവാൻ നോക്കിയിരിക്കുന്ന ടിവിയെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അവൻ കള്ളനാണ്. അവൻ കള്ളൻ എന്ന് പറഞ്ഞ കള്ളൻ, വെറും കള്ളൻ. കുട്ടികളെടുത്ത് പറഞ്ഞത് എല്ലാ കള്ളത്തിനുമാണ്. ഹേസലിന് ക്യാൻസർ വന്നല്ലേ? ക്യാൻസർ വന്ന് മരിച്ചതാണ്. അവൻ തല്ലിക്കൊന്നാണ് അവൻ തല്ലിക്കൊന്നാണ്. എന്തോ മനസ്സിലായില്ല എനിക്ക്. ഭാര്യയുടെ അടുത്ത് ബാബുശേട്ടനെ പറ്റിയിട്ട് വാസു അണ്ണൻ കുറ്റം പറയണ്. അതാണ് സംഭവം. റെക്കോർഡ് ചെയ്ത് വിടട്ടെ. റെക്കോർഡിന്റെ മണ്ടയിലോട് റെക്കോർഡ് ചെയ്തോണ്ടിട്ടാ നീ ജിജി ചന്ദ്രബോസ്. Ask this to Vasonan, okay? Because that will be a trust issue. Thank you, Chandra. Thank you. No issue. I got your back. I tell you. Like you were scared. എന്താടാ ഇതൊക്കെ? എന്തൊക്കെയാടാ നീ കാണിക്കുന്നത്? ചുമ്മാ സത്യം വളരെ മോശം. 14 പ്രാവിന്റെ പോലെ വന്നല്ലോ. അതിന്റെ താഴെ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനത്തെ എനിക്ക് മലയാളം വീഡിയോസ് ആണ് താല്പര്യം. അറബികളിലേക്ക് ഞാൻ കാണാറില്ല. പിന്നെ വാവാ സുരേഷ് ഒരു ഓറഞ്ച് മറ്റേ റംബോ അവിടെ എങ്ങാണ്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ചന്ദ്രയാണ് സൈഡിൽ കൊണ്ടിട്ട് കാര്യമായിട്ട് പറഞ്ഞു. ഞാനൊക്കെ പൈസ മുടക്കിയാണ്ടോ വണ്ടി പണിയുന്ന അമ്മാരി കുഞ്ഞെന്നാണ് കൊടുത്തതെന്ന് എനിക്കറിയാം. ഭാഷയാണെന്നോ എന്തുട്ടാ പറയാ, എന്തുട്ടാ ചെയ്യാ നമ്മള്. ഏതൊക്കെയോ പഴയ വാല് ബുള്ളറ്റ് കേറിയവന്മാരൊക്കെ ഡയലോഗ് അടിക്കണ പോലെ എനിക്ക് തോന്നി. എന്റെ ഇടയിൽ എന്താ കേട്ടേ? എന്തോ വണ്ടിയുടെ കാര്യം പറഞ്ഞു. എന്തൊക്കെയാ പറയുന്നത്? എന്തായാലും തോറ്റല്ലേ, പിന്നെ ഇപ്പൊ കുഴപ്പമില്ല. അതാണ് എന്തിനാ സംസാരിക്കുന്നത് അതേ കൂടുതല്. പിന്നെ വാവാ സുരേഷ് മഴ ഇരിക്കുന്നോണ്ടാണോ? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. സംശയം ഞാൻ തീർത്ത് തരാം. വാ വാ വാ. പിന്നെ ഗണ്ണുണ്ടാടാ? അവന് മോളിരിക്കുന്നതാണോന്നൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പുറത്തെ മാവ് വിളിക്കുന്നത്. പാസ്വേഡ് തീർന്നു. ഇക്കാര്യത്തിൽ ഞാൻ കൂട്ടിക്കത്തില്ല. എനിക്ക്
ഇത് കെവിനാണോ ഇരിക്കുന്നത്? ഈ ഇടയ്ക്ക് കളർ മേടിച്ച എന്റെ ഇടയില്. ഞാൻ പറയാം, എനിക്ക് ഒരു മിനിറ്റ്. കൊള്ളാം കൊള്ളാം ഫോട്ടോ ഒക്കെ. എന്താ ഈ കാണിക്കുന്നേ ഇവൾ? കൊച്ച് ചപ്പാത്തി വരുന്നുണ്ടല്ലേ? നിനക്കറിയാമോ ഈ ബുദ്ധിമുട്ടൊക്കെ? കാറ്റിന്റെ ഇടയിലൊക്കെ നോക്കുന്നു. എവിടെ പോയത്? ബാബു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ബാബുന് അത് ഭക്ഷണം എന്തായാലും പ്രശ്നമായിരിക്കില്ല അല്ലേ? എന്താ ബാബു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് ഇഷ്ടമുണ്ട്. ബാബുന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. Vasuna, they just did. Vasuna, I will say you. Like Babu said, he's a bit traumatized by the past, so he needs some time. But he loves her. The thing is that. But Kuku, something happened yesterday, you know. After 12, it's proposed, right? I never. How come I know? I never got. He proposed to me yesterday. Oh, that's good. That's great. Congratulations. Bless you. And he told me that he doesn't want the answer yesterday. The answer. I'm nervous about that. പിന്നെ നീ എല്ലാത്തിന്റെ ഇടയിലുണ്ടല്ലോടാ. പ്രണയത്തിന്റെ മറ്റേ വെള്ളക്കൊടിയായിട്ട് നീ എന്റെ ഇടയിലുണ്ടല്ലോ എവിടെ നോക്കിയാലും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തിനൊക്കെ അവസ്ഥാണല്ലേ? അയ്യോ ഇവിടെ 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 പറഞ്ഞതാ, ഞാൻ ഇവിടെ പറഞ്ഞതാണ്. ഒരു ക്യാമ കണ്ടുകൊടുത്തേ. സോറി ഹാൻസം ഹാൻഡ്സ് എനിക്ക് ഡെയിലി കുറെ കോൾസ് ഒക്കെ വരുന്നുള്ളേ. നമ്മളെ കണ്ടല്ലേ? പിന്നെ ഞാനല്ലേ ഒരു സംഭവം അയക്കാം. ഇത് ഫോട്ടോ ആയിരിക്കും. ഫോട്ടോ ചെയ്യാങ്ങളല്ല, വേറെ എന്തെങ്കിലും. അത് കെവിൻ എടാ പട്ടി, നീ തന്നെ നീ അല്ല ഇത് ആര്? ഇത് നീ തന്നെ, വേറെ ആര്? നീ വില്ലുമോൻ, പപ്പടം, ദാമു. ഇതാണ് ഇവരൊക്കെ രാത്രി പരിപാടി. ടിവിയിലുള്ള ആൾക്കാരാണല്ലേ ഇതൊക്കെ? അതെ, ഇത് ഓക്സി, ദാമു, കെവൻ, വെല്ലു, പപ്പടം. കണ്ടമ്പൂറിയൊക്കെ ഒരു മാറിന് വിളിച്ചാ അവനൊന്നും കേറാൻ സമയമില്ല. ഇതൊക്കെ അറിയണ്ടേ, മുതലാളിയായിട്ടിരിക്കല്ലേ. അതൊരു ഊക്കല്ലേ, ഒരു മുതലാളിയായിട്ട് ഇവിടെ ഇരിക്കല്ലേ എന്നുള്ളത്. ന്യൂ ഗെയിം അൺലോക്ഡ്. പറയണേ, പുതിയ കളി കളിക്കാൻ നീ എന്നോട് ഉണ്ടോ? ഞാനുണ്ട്. എനിക്ക് ചെവരപ്പം, നിനക്ക് കള്ള്.
കൊള്ളാം, നല്ലൊരു കളിയാണ്, നല്ലൊരു കളിയാണിത്. അടുത്ത വർക്കല ട്രിപ്പില് വർക്കല വരുമല്ലേ ഇപ്പം? വേണ്ട 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 ചുമ്മാ ഇരി. എന്തുകൊണ്ടോ നോക്കടാ അത്. ഇത് തമിഴൊക്കെ പറയുന്നത് അയാൾ ഒരുത്ത് ഇറുക്കാൻ പാരെന്നൊക്കെ. മാണം അൾട്രാ പ്രോ മാക്സ് ആണ് കണ്ടത്. ഇത് വലിയാണോ? ഇതാരാണ് ഇത്? ഡ്രൈവർ ഓക്സിയാണോ? സത്യം പറഞ്ഞ ഈ സ്നൈപ്പർ ഗെയിമിന് എനിക്ക് ഇതിനോട് താല്പര്യമില്ല. സത്യം പറഞ്ഞ എന്തിനാണ് അല്ല ഇത് എന്തിനാ ഈ സ്നൈപ്പർ എടുത്ത് ഈ GTA വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മലയുടെ മുകളിലും മറ്റേതിന്റെ ഇടയിലും ഒക്കെ കയറിയിരിക്കും. എന്തിന് എയർ വെച്ച് കളിക്കാനുള്ള ഒരു വാറിന്റെ അകത്ത് മറ്റേ എയറിന് തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് പിന്നെ ഒരു സ്നൈപ്പറും കൊണ്ടുവന്ന് മലയുടെ മുകളിൽ കയറി ഈ മല മുകളിനകത്ത് പോണതേ ഇത് കാരണമാണോ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഇത് ഗൺ പവറിന്റെ ആവശ്യം ഇല്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഈ സാധനം വന്ന് കഴിയുമ്പോ എന്ത് ഗൺ പവർ? ഇത് ഇത് ഒറ്റയടി ചാവും. ഇതിന്റെ എടാ ഇതില് എന്തിന് എയിം എന്തിരിക്കുന്നത്? ആ സ്നൈപ്പ് കോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തൊരു പയ്യ മൂവ് ചെയ്താ പോരെ. അല്ല കുറച്ചുകൂടി നല്ല ഇന്റൻസ് ആയിട്ട് വരുന്നത് എന്റെ അഭിപ്രായത്തില് ഇത് വെച്ചിട്ടാണ്. നമ്മളെ ഉൾപ്പെടെ ഉള്ളവരെ വെച്ചിട്ടാണ് പറയുന്നത്. നമ്മളിലാണെങ്കിലും കുറെ ഒരു സ്നൈപ്പേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇല്ലെന്നല്ല. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എന്റെ ഒരു ഇതിൽ കുറച്ചുകൂടി ഇടയിലാവുന്നത് AR ഫൈറ്റ് വരുമ്പോഴാണ്. ഒരു കോമ്പറ്റീഷൻ ആണ്. അതാണ് ഇത്. ചുമ്മാ മറ്റേ എയറോ ചടിച്ചു തലയിൽ സ്നൈപ്പർ വെച്ച് അടിച്ചു കൊടുത്ത് നമ്മളങ്ങനെ ആരെങ്കിലും വിളിച്ച് ഒരു 500 ചോദിച്ച് ആരെങ്കിലും വിളിച്ച് 500 രൂപ ചോദിക്കാൻ കോളം വാങ്ങിക്കാനാന്ന് പറ. അണ്ണൻ ചേട്ടനെ വിളിക്കാം. നീ വിളി. അമ്മൂമ്മക്കാണ് ഒരു ആഗ്രഹം അവനോട് പറഞ്ഞു. അവന്റെ 5ന്റെ പൈസ അവന്റെ അമ്മൂമ്മക്ക് കൊക്കക്കോള കുടിക്കാൻ വേണ്ടി ഒരു 500 രൂപ അറിഞ്ഞു കൊടുത്ത ശബ്ദം കൊടുത്ത് ആരാ വിളിച്ച് സംസാരിച്ചാലും അവർക്ക് തോന്നുന്നു ചൊറിയണം. അങ്ങനത്തെ ശബ്ദമാണ്. കേട്ടില്ല. റേഞ്ച് ഇല്ല. പിത്തല ഏത് പട്ടിക്കാട്ടിലാ? കുനിഞ്ഞേക്കാനാ? കുനിഞ്ഞേക്കുവാണാ? ഹലോ പിത്തലേ, എന്താ അമ്മൂമ്മയുടെ ഒരു ആഗ്രഹത്തിന് പിത്തൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? പിത്തലിന് പ്രായമായി കഴിയുമ്പോ പിത്തലിന് കൊക്കക്കോള കുടിക്കണമെന്ന് ആഗ്രഹം പറയുമ്പോ ഞങ്ങള് പറയും കുഴിഞ്ഞ അണ്ടി ഇല്ല ബോബുവിനെ പിന്നെ കിട്ടിയിട്ടില്ല. ആളുടെ കയ്യിൽ കിട്ടുന്നതിന്റെ നാളെ തീരും.
ഉറപ്പ് ഞാൻ ഉറപ്പ് പറയാം. അമ്മമാരെ പെപ്സി അടിച്ച് അതല്ല പെപ്സി അല്ലാതെ അതിൽ വേറെ സാധനം കൂടി അടിച്ചു കൊടുക്കും ഉറപ്പാണ്. അടിച്ച് കയറ്റും കൺഫേം. എങ്ങോട്ട് പേടിച്ചോടോ നിന്നെയോ എടി ഞരണ്ട് പെണ്ണ നിന്നെ കണ്ട് പേടിച്ചോടാൻ മാത്രം കുട്ടിയുടെ ബാക്കിലാര്